ഫ്രണ്ട്സ്, ഹൈ ഹോപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പകുതി എടുത്തിരുന്നു. ഗ്യാസ് ലോസ് നമ്മൾ ഫുള്ള് പറഞ്ഞു. ഏതൊക്കെയാണ്? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ഇതിനെ മൂന്നിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കുള്ളത് മോൾ കൺസെപ്റ്റ് ആണ്. അപ്പോൾ എന്താണ് മോൾ? മോൾ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കിലോമീറ്റർ, സെന്റിമീറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു യൂണിറ്റ് ആണ് മോൾ എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൽ ഈ മോൾ കൺസെപ്റ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മോൾ സങ്കല്പം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു പദാർത്ഥത്തിൽ എത്ര തന്മാത്രകൾ ഉണ്ട് എന്ന് നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരു കൺസെപ്റ്റ് ആണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പദാർത്ഥത്തിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്ന് നമ്മൾ കൗണ്ട് ചെയ്യുന്നതിനെയാണ് ഈ മോൾ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം മോൾ കൺസെപ്റ്റിനകത്ത് എന്തൊക്കെ ടോപ്പിക്കുകളുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തത് മോളിനെ കുറിച്ച് പഠിക്കാം. നമ്മൾ പറഞ്ഞു എന്താണ് മോൾ എന്ന് പറയുന്നത്? ഒരു യൂണിറ്റ് ആണ്. നമ്മൾ സെന്റിമീറ്റർ, കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ മോൾ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ മോൾ എന്നത് നമ്മൾ എഴുതുന്നത് സെന്റിമീറ്റർ നമ്മൾ CM എന്ന് എഴുതില്ലേ, അതുപോലെ മോളിനെ നമ്മൾ എഴുതുന്നത് MOL എന്നാണ്. എങ്ങനെയാണ്? MOL എന്നാണ് മോളിനെ നമ്മൾ എഴുതുന്നത്. പിന്നെ ഒരു മോൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 6.022 × 10⁻23. എത്രയാണ്? 6.022 × 10⁻23 എന്നതാണ് ഒരു മോൾ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ നമ്പർ ഓഫ് അവഗാഡ്രോ എന്ന് പറയും. N-ഉം A-യും ക്യാപിറ്റൽ ആണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ 6.022 × 10⁻23 6.022 × 10⁻23 എന്ന് പറയുന്നതിനെ നമ്മൾ നമ്പർ ഓഫ് അവഗാഡ്രോ എന്ന് പറയുന്നു. ഒരു മോളാണ് അത് കണക്കാക്കുന്നത്. അപ്പോൾ ഉദാഹരണം, നമ്മുടെ ഈ മാർക്കറിന്റെ ഇതിന്റെ അറ്റത്തായിട്ട് ഇതിന്റെ ഈ നിബില് എത്ര മോൾസ് ഉണ്ട്? ഇപ്പൊ 17 കഴിഞ്ഞിട്ട് 17 അത്രയും മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അത്രയും മോളിക്യൂൾസ്. അപ്പൊ നമുക്ക് അത് ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു നമ്പർ ആണ് ഇതെന്ന് പറയുന്നത് 6.022 × 10⁻23. അതായത് നമുക്ക് അപ്പം നമ്മൾ 10 ലക്ഷത്തിനെ നമ്മൾ എന്തെന്ന് പറയും? 1 മില്യൺ എന്ന് പറയും അല്ലെ? 10 ലക്ഷത്തിന് 1 മില്യൺ. അതുപോലെ 1 മില്യൺ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ 6.022 × 10⁻23 നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു നമ്പറാണ്. അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ഒരു മോൾ എന്ന് പറയുന്നു. ഇപ്പൊ നമ്മൾ നമ്മൾ പറഞ്ഞ ഇതിന്റെ ഈ നിബില് 17 കഴിഞ്ഞിട്ട് 17 ഉള്ള അത്രയും മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ മൊത്തത്തിൽ നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ നമ്മൾ പദാർത്ഥത്തിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ഈ മോൾ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, പിന്നെ നമുക്ക് GAM ഉണ്ട്, GMM ഉണ്ട്. GAM എന്ന് പറയുന്നത് ഗ്രാം അറ്റോമിക് മാസ് ആണ്. GMM എന്ന് പറയുന്നത് ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. ഓക്കെ, അറ്റോമിക് മാസും മോളിക്കുലാർ മാസും. മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് കണ്ടില്ലേ, ഒരുപാട് ആറ്റംസ് ചേരുന്നതാണ് ഒരു മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഗ്രൂപ്പ് ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇതിപ്പോ ഒന്നായിട്ടിരുന്നാലും ഇങ്ങനെ കൂട്ടമായിട്ടിരുന്നാലും എന്താണ് ഇതിന്റെ എണ്ണം എന്ന് പറയുന്നത്? ഒരു മോൾ ആണെന്നുണ്ടെങ്കിൽ 6.022 × 10⁻23 ആണ്. 6.022 × 10⁻23 ആണ്. മനസ്സിലായോ? അതായത് ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഉണ്ടായിരുന്നാലും, ഒറ്റയായിട്ടിരുന്നാലും കൂട്ടമായിട്ടിരുന്നാലും, ഒരു മോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 6.022 × 10⁻23 ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു GAM എന്ന് പറഞ്ഞാലും 1 മോൾ ആണ്, ഒരു GMM എന്ന് പറഞ്ഞാലും 1 മോൾ ആണ്. അത് എത്രയാണ്? 6.022 × 10⁻23. ഇതിനെ നമ്മൾ നമ്പർ ഓഫ് അവഗാഡ്രോ എന്നാണ് പറയുന്നത്. N-ഉം A-യും ക്യാപിറ്റൽ ആയിരിക്കും, ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത നമുക്ക് STP എന്താണെന്ന് നോക്കാം. STP എന്നത് ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 273 കെൽവിൻ ആണ്. സ്റ്റാൻഡേർഡ് പ്രഷർ എത്രയാണ്? 1 atm ആണ്. ഡിഗ്രി സെൽഷ്യസ് അല്ല, കെൽവിൻ ആണ്. അപ്പോ എന്താണ്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 കെൽവിനും സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 1 atm പ്രഷർ ആണ്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് ഗ്രാം അറ്റോമിക് മാസ്. അപ്പൊ എന്താണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്? ഇപ്പോ ഹൈഡ്രജന്റെ മാസ് എന്ന് പറയുന്നത് 1 ഗ്രാം ആണ്, ഹീലിയത്തിന്റെ 4 ഗ്രാം, കാർബണിന്റെ 12 ഗ്രാം, ഓക്സിജന്റെ 16, നൈട്രജന്റെ 14.
ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് എലമെന്റ്സിന്റെ എത്ര ഗ്രാം ആണെന്നുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഹൈഡ്രജൻ 1 ഗ്രാം ആണ്. ആ 1 ഗ്രാം ഹൈഡ്രജൻ എന്താണ്? അതിന് നമ്മൾ 1 GAM എന്ന് പറയും. ഗ്രാം അറ്റോമിക് മാസ്, 1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയും. ഇപ്പോ 4 ഗ്രാം ഹീലിയത്തിന്റെയും നമ്മൾ 1 ഗ്രാം അറ്റോമിക് മാസ് തന്നെയാണ് പറയുന്നത്. അതായത് ഒരു എലിമെന്റിന്റെ മാസ് എത്രയാണോ അത്രയും ആ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? GAM എന്ന് പറയുന്നത്. ഇപ്പോൾ അതായത് ഹൈഡ്രജന്റെ ഒന്നായതുകൊണ്ടല്ല നമ്മൾ ഒരു GAM എന്ന് പറയുന്നത്. ഇപ്പോൾ ഓക്സിജന്റെ എടുത്താലും 16 ഗ്രാം ആണ്. ഒരു ഓക്സിജന്റെ മാസ് എന്ന് പറയുന്നത് 16 ഗ്രാം ആണ്. അതും ഒരു GAM ആണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ GAM എന്ന് പറയുന്നത്. GMM എന്ന് പറയുമ്പോഴോ ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. അപ്പൊ ചോദിക്കുന്നത് എന്താണ്? H2O ന്റെ GMM നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്. H2O എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ, അതിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഹൈഡ്രജന്റെ മാസ് എത്രയാണ്? 1 അല്ലേ? 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 2 × 1 പ്ലസ് ഓക്സിജൻ എത്ര ഉണ്ട്? ഒരു ഓക്സിജനേ ഉള്ളൂ. ഓക്സിജന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 18 ഗ്രാം എന്ന് കിട്ടി. അത് ഒരു മോളിക്യൂൾ ആയതുകൊണ്ട്, ഇവിടെ നമ്മൾ നോക്കുക, ഒരു മോളിക്യൂൾ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരു GMM എന്ന് പറഞ്ഞത്. ഇപ്പോ 2 ആണ് ഇവിടെ എഴുതിയിരുന്നത്. ഇൻറ്റു 2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ വരും? ഇത് 2 GMM ആണെന്ന് പറയാം. എങ്ങനെ? 2 GMM ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇരട്ടി ആവുന്നതിനനുസരിച്ച് നമുക്ക് 2 GMM 3 GMM അങ്ങനെ പറയാം. ഈ H2O എന്ന് പറയുന്ന മോളിക്യൂളിന്റെ മാസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു GMM ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് 18 ഗ്രാം എന്ന് കിട്ടി. അത് 1 GMM ആണ്. ഒരു മോളിക്യൂളെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് 1 GMM ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതുപോലെ തന്നെ വേറൊരെണ്ണത്തിന്റെ കണ്ടുപിടിച്ച് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. CO2ന്റെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു മോളിക്യൂളല്ലേ ഉള്ളൂ. CO2 എന്ന് പറയുന്ന ഒരു മോളിക്യൂളേ ഉള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കാർബണിന്റെ 12 ആണ്. 12 പ്ലസ് ഓക്സിജന്റെ എത്രയാണ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്? ഓക്സിജന്റെ മോളിക്കുലാർ മാസ് 16 ആണ്. 16 ഇൻറ്റു എത്ര ഓക്സിജൻ ഉണ്ട്? ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ 16 ഇൻറ്റു 2. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? 12 പ്ലസ് 32 എത്ര വരും? 44 ഗ്രാം. ഈ 44 ഗ്രാം എന്ന് പറയുന്നത് 1 GMM ആണ്. മോളിക്യൂൾസ് വരുമ്പോ എങ്ങനെയാണ്? മോളിക്യൂൾ വരുമ്പോ GMM-ഉം, ആറ്റം ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ആറ്റം ആണെന്നുണ്ടെങ്കിൽ GAM-ഉം ആണ്. ഓക്കെ, അപ്പൊ CO2 നമ്മൾ കണ്ടുപിടിച്ചു, അതൊരു GMM ആണെന്ന് മനസ്സിലായി. ഇത്രയും ക്ലിയർ അല്ലേ? അടുത്ത എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതായത് ഇപ്പോ 24 ഗ്രാം കാർബണില് എത്ര മോൾസ് ഉണ്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. 24 ഗ്രാം കാർബണിൽ എത്ര മോൾസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ GAM എത്ര ആണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്ക് 24 ഗ്രാം കാർബൺ ആണ്. അപ്പൊ തന്നിരിക്കുന്ന നമുക്കൊരു മാസ് തന്നിട്ടുണ്ടല്ലേ? എത്രയാണ്? 24 ഗ്രാം എന്ന് പറയുന്ന ഒരു മാസ് നമുക്ക് തന്നിട്ടുണ്ട്. കാർബണിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കാർബണിന്റെ മാസ് എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയാണ്? 12 ഗ്രാം ആണ് കാർബണിന്റെ മാസ്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതൊരു ഇക്വേഷൻ ഉണ്ട്, ഗിവൺ മാസ് ഓഫ് കാർബൺ. ഇപ്പൊ കാർബൺ എന്ന സ്ഥാനത്ത് നമുക്ക് എന്താണോ തരുന്നത് അത് എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെ കാർബൺ ആയതുകൊണ്ട് നമ്മൾ കാർബൺ എഴുതുന്നു. ഗിവൺ മാസ് ഓഫ് കാർബൺ ബൈ മാസ് ഓഫ് കാർബൺ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന മാസ് എത്രയാണ്? 24 ആണ്. 24 ബൈ കാർബണിന്റെ മാസ് എത്രയാണ്? കാർബണിന്റെ മാസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 12 ആണെന്ന് പറഞ്ഞു. നമുക്ക് എത്ര കിട്ടി? 2 മോൾ എന്ന് കിട്ടി. എത്ര കിട്ടി? 2 മോൾ എന്ന് കിട്ടി. ഒരു മോൾ എന്ന് പറയുന്നത് ഒരു GAM ആണെന്ന് പറഞ്ഞു. അപ്പൊ 2 മോൾ എന്ന് പറയുന്നത് എത്രയാണ്? 2 GAM ആണ് നമുക്ക് കിട്ടി. എത്ര കിട്ടി? 2 GAM ആണ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരെണ്ണം ചെയ്ത് നോക്കാം. 34 ഗ്രാം NH3 തരികയാണ്. 34 ഗ്രാം NH3 തരികയാണ്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം? GAM ആണോ? അന്നേരം GMM ആണ്. മോളിക്യൂൾ ആണ് തന്നിരിക്കുന്നത്, ആറ്റം അല്ല. അപ്പൊ എന്താണ്? മോളിക്യൂൾ തന്നിരിക്കുമ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 34 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ NH3 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നൈട്രജന്റെ എത്രയാണ്? നൈട്രജന്റെ 14 ആണ്. എത്ര നൈട്രജൻ ഉണ്ട്? ഒരു നൈട്രജനേ ഉള്ളൂ. 14 പ്ലസ് 3 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ? 14 പ്ലസ് 3, അതായത് 3 എങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. ഹൈഡ്രജന്റെ 1 ആണ് മാസ് എന്ന് പറയുന്നത്. അപ്പൊ 1 × 3, 3 ഹൈഡ്രജൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പൊ നമുക്ക് 3 കിട്ടി. അപ്പോൾ 14 പ്ലസ് 3 എന്നാണ്.
അപ്പൊ എത്രയായി? 34/17 അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2 മോൾ എന്ന് കിട്ടി. എത്ര കിട്ടി? 2 മോൾ എന്ന് കിട്ടി. അതായത് 2 GMM എന്ന് കിട്ടി. ഇവിടെ നമ്മൾ GAM ആണ്, ഇവിടെ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് GMM എന്ന് എഴുതി. ഓക്കെ, മനസ്സിലായോ? അപ്പൊ 2 GMM എന്ന് കിട്ടി. ഒരു മോൾ ആണെങ്കിൽ 1 GAM അല്ലെങ്കിൽ 1 GMM, മോളിക്യൂൾ ആണെങ്കിൽ GMM. ഓക്കെ, ഇവിടെ എത്രയാണ്? 2 മോൾ ആയതുകൊണ്ട് തന്നെ എത്രയാണ്? 2 GMM എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് ഇങ്ങനെയാണ് തരുന്നതെന്നുണ്ടെങ്കിലോ, നമ്മൾ പറഞ്ഞു അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്, നമ്പർ ഓഫ് അവഗാഡ്രോ എന്ന് പറയുന്നത് NA എന്താണ്? 6.022 × 10⁻23 ആണെന്ന് പറഞ്ഞു അല്ലേ? അതായത് അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിനകത്ത് എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ നമ്പർ ഓഫ് അവഗാഡ്രോ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, NA കൊണ്ട് ഡിവൈഡ് ചെയ്യുക. NA എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.022 × 10⁻23 ആണ്. അപ്പൊ എന്താണ്? 6.022 × 10⁻23 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2 മോൾ എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 44.8 ലിറ്റർ, ഇതിൽ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ ലിറ്റർ എന്നൊരു യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്രയാണ്? 22.4 കൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുക. 44.8 ലിറ്ററിൽ എത്ര കാർബൺ, എത്ര മോൾസ് ആണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അത് പല എന്താണ്, നമുക്കിവിടെ വേണമെങ്കിൽ കാർബൺ തരാം, അല്ലെങ്കിൽ അങ്ങനെ പല ഇത് തരാം, മോളിക്യൂൾസോ അല്ലെങ്കിൽ ആറ്റംസോ എന്ത് വേണമെങ്കിൽ. അപ്പൊ ഇത് ലിറ്റർ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2 മോൾ എന്ന് കിട്ടി. ഞാൻ 2 മോൾ ഉള്ളതിന്റെ ആണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് നോക്കാം. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ GAM കാണുമ്പോൾ എന്താണ്? നമുക്കൊരു മാസ് തരും. ആ മാസിന് ഇതിന്റെ ഏതാണോ നമുക്ക് തന്നേക്കുന്നത് അതിന്റെ മാസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. പിന്നെ GMM ആണെന്നുണ്ടെങ്കിൽ മോളിക്യൂൾ ആകുമ്പോഴായിരിക്കും GMM എന്ന് പറയുന്നത്. 1 GMM എന്ന് പറയുന്നത് 1 മോൾ തന്നെയാണ്. ഇപ്പൊ 2 മോള് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആൻസർ നമുക്ക് 2 മോള് കിട്ടി. അപ്പൊ എത്ര GMM ആണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര എഴുതുക? 2 GMM എന്ന് എഴുതുക. 1 മോളാണെങ്കിൽ 1 GMM അല്ലെങ്കിൽ 1 GAM. ഇതിന്റെ കേസിൽ GAM അല്ലേ? അപ്പോൾ 1 GAM. ഇപ്പൊ GMM ആണെന്നുണ്ടെങ്കിൽ എത്ര മോളാണെന്ന് വെച്ചാൽ അത്രയും GMM എന്ന് എഴുതുക. ഓക്കെ, പിന്നെ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? നമ്പർ ഓഫ് അവഗാഡ്രോ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു. ഇതാണെന്നുണ്ടെങ്കിൽ 22.4 ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഇത് ഗ്രാം യൂണിറ്റും കൂടെ എഴുതുക. ഇങ്ങനെയാണ്. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തായിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 48 ഗ്രാം CH4 എന്ന് നമുക്ക് ക്വസ്റ്റ്യനകത്ത് തരികയാണ്. പിന്നെ അതിന്റെ താഴെ ഒരു 5 ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ എത്ര മോൾസ് ഉണ്ടെന്ന് ചോദിക്കുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതിന്റെ GMM എത്ര ആണ്. മൂന്നാമത്തത് എത്ര മോളിക്യൂൾസ് ഉണ്ട്. നാലാമത്തത് ഇതിന് എത്ര ആറ്റംസ് ഉണ്ട്. അഞ്ചാമത്തത് വോളിയം അറ്റ് STPയിലെ വ്യാപ്തം കണ്ടുപിടിക്കുക. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആൻസർ ചെയ്ത് തുടങ്ങാം. അതായത് 48 ഗ്രാം CH4. അപ്പൊ എത്ര മോൾസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ആദ്യം ഗിവൺ മാസ് ബൈ തന്നിരിക്കുന്നതിന്റെ മാസ്. അപ്പൊ ഗിവൺ മാസ് എത്രയാണ്? 48 ഗ്രാം ആണ്. എത്രയാണ്? 48 ഗ്രാം ആണ് നമ്മുടെ ഗിവൺ മാസ് എന്ന് പറയുന്നത്. പിന്നെ CH4ന്റെ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. CH4 എത്രയാണ്? കാർബണിന്റെ നമ്മൾ പറഞ്ഞു അതിന്റെ മാസ് 12 ആണ്. അപ്പൊ 12 പ്ലസ് ഹൈഡ്രജന്റെ 1 ആണ്. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ 4 × 1. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 14 പ്ലസ് 4 എന്ന് കിട്ടി. എത്രയാണ്? 16 ആണ്. അപ്പൊ 16 ഗ്രാം എന്ന് കിട്ടി. തന്നിരിക്കുന്നതിന് നമുക്ക് 16 ഗ്രാം എന്ന് കിട്ടി. അപ്പൊ 48/16 ഗ്രാം. അതാണ് നമ്മുടെ മോൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 48/16 ചെയ്ത് നോക്കാം. എത്രയാണ്? 3 മോൾ എന്ന് കിട്ടി. എത്ര കിട്ടി? 3 മോൾ എന്ന് കിട്ടി. 3 മോൾ എന്ന് കിട്ടിയില്ല. അപ്പൊ എത്ര മോൾ ഉണ്ട്? 3 മോൾ ഉണ്ട്. അപ്പൊ ഇത് മോളിക്യൂൾ ആണ്. അപ്പൊ നമ്മൾ അടുത്ത് ചോദിക്കുകയാണ് എത്ര GMM ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 1 GMM ആണെന്നുണ്ടെങ്കിൽ അത് 1 മോൾ ആയിരിക്കും, അല്ലെങ്കിൽ 1 മോൾ ആണ് 1 GMM എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര മോൾ ഉണ്ട്? 3 മോൾ ഉണ്ട്. അപ്പൊ അത് എത്ര GMM ആണ്? അത് 3 GMM ആണ്. അപ്പൊ GMMന്റെ ആൻസർ എത്രയാണ്? 3 GMM. 3 GMM എന്നാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. എത്ര മോളിക്യൂൾസ് ഉണ്ട്?
നമുക്കിപ്പോ 3 മോളാണ്. അപ്പൊ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോ എത്ര മോളാണോ അതേ ഇൻറ്റു നമ്പർ ഓഫ് അവഗാഡ്രോ. അവഗാഡ്രോ നമ്പർ ഏതാണ്? 6.022 ഇൻറ്റു 10⁻23. അപ്പൊ എത്ര മോൾ ഉണ്ട്? 3 മോൾ ഉണ്ട്. 3 ഇൻറ്റു നമ്പർ ഓഫ് അവഗാഡ്രോ. നമ്പർ ഓഫ് അവഗാഡ്രോ എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23. മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ മോളിക്യൂൾസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്താണ് എത്ര ആറ്റംസ് ഉണ്ട് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എത്ര ആറ്റംസ് ഉണ്ട് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ആദ്യം എത്ര മോൾസ് ഉണ്ടെന്ന് നോക്കുക. എത്ര മോൾസ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് നമുക്ക് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു അതിന് 3 മോൾസ് ഉണ്ട്. അപ്പോൾ 3 ഇൻറ്റു എത്ര ആറ്റംസ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇവിടെ എത്ര ആറ്റംസ് ഉണ്ട്? നമുക്ക് ഹൈഡ്രജനും ഉണ്ട്, കാർബണും ഉണ്ട്. അത് എത്ര എണ്ണം വീതം ഉണ്ട്? ഒരു കാർബണും ഉണ്ട്, 4 ഹൈഡ്രജനും ഉണ്ട്. അപ്പൊ 4 + 1 5. ഇത് മൊത്തം എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഇല്ലേ? അപ്പൊ 3 ഇൻറ്റു 5 ഇൻറ്റു നമ്പർ ഓഫ് അവഗാഡ്രോ. അല്ലെങ്കിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടോ അതേ ഇൻറ്റു നമ്പർ ഓഫ് എന്താണ് എത്ര ആറ്റംസ് മൊത്തത്തിൽ ഉണ്ടെന്ന് എണ്ണി നോക്കുക. എന്നിട്ട് എന്താണ് നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് 3 ഇൻറ്റു 5 ഇൻറ്റു നമ്പർ ഓഫ് അവഗാഡ്രോ, അതായത് 15 Na ആണ്. എത്രയാണ്? 15 Na ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് വോളിയം അറ്റ് STP. അപ്പൊ എത്രയാണ്? അപ്പൊ എത്ര മോൾസ് ഉണ്ട്? നമുക്ക് 3 മോൾസ് ഉണ്ട്. അതേ ഇൻറ്റു നമ്മൾ STP എന്ന് കേൾക്കുമ്പോൾ നമ്മൾ 22.4 എന്ന് ഓർക്കണം നമ്മൾ പറഞ്ഞല്ലേ. അതിനെ 22.4 കൊണ്ട് നമ്മൾ അങ്ങ് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. അപ്പൊ വോളിയം അറ്റ് STP എത്രയാണ്? 22.4 ലിറ്റർ. ലിറ്റർ എഴുതാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായോ? ആദ്യം നമ്മൾ മോള് കണ്ടുപിടിച്ചപ്പോൾ തന്നെ നമുക്ക് ബാക്കി എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. അല്ലെങ്കിൽ മോള് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കി കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ എന്താണ്? മോള് കണ്ടുപിടിച്ചു, GMM കണ്ടുപിടിച്ചു, മോളിക്യൂൾസ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, എത്ര ആറ്റംസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, പിന്നെ എന്താണ് വോളിയം അറ്റ് STP കണ്ടുപിടിച്ചു. നമുക്ക് ഇത്രയും ഭാഗം ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാം. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ചാപ്റ്ററിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 മോൾ H2O എന്നാണ് തന്നിരിക്കുന്നത്. 2 മോൾ H2O തന്നിരിക്കുന്നത്. നേരത്തെ നമുക്ക് ഗ്രാമിലാണ് മാസ് തന്നത്. എന്നിട്ട് നമുക്ക് മോൾ കണ്ടുപിടിക്കാനും ആറ്റംസ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ തന്നത്. ഇപ്പൊ നമുക്ക് 2 മോൾ H2O നിങ്ങൾ തരാണ്. അത് നമ്മളോട് ചോദിക്കുകയാണ് GMM കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ആറ്റംസ്, വോളിയം അറ്റ് STP, പിന്നെ മാസ് ഇൻ ഗ്രാം. ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, സിമ്പിൾ ആണ് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ. അപ്പൊ നോക്കുക, 2 മോൾ H2O. അപ്പോ അത് എത്ര GMM ആണെന്ന് ചോദിക്കും. 2 മോൾ എന്ന് പറയുമ്പോൾ എത്ര GMM ആണ്? 1 മോൾ എന്ന് പറയുന്നത് 1 GMM ആണെന്ന് പറഞ്ഞു. അപ്പൊ 2 മോൾ എന്ന് പറയുന്നത് എത്ര GMM ആണ്? 2 GMM ആണ്. അപ്പൊ ആൻസർ എത്ര കിട്ടി? 2 GMM. അത് അവിടെ ചോദിക്കുകയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ. എത്രയാണ്? 2 മോൾ അല്ലേ? അപ്പൊ നമ്പർ ഓഫ് മോൾസ് 2 മോൾ. ഓക്കെ, അടുത്തത് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ പറയണം. അപ്പൊ നമുക്ക് മോൾസ് ഓൾറെഡി ഉണ്ട്, അതേ ഇൻറ്റു ആറ്റംസ് കണ്ടുപിടിക്കാൻ നമ്മൾ എത്ര എണ്ണാണ് പറഞ്ഞത്? എത്ര ആറ്റം ഉണ്ടെന്ന് നോക്കുക, പിന്നെ നമ്പർ ഓഫ് അവഗാഡ്രോയും. ഓക്കെ, അപ്പൊ നമുക്ക് 2 മോൾസ് ഉണ്ട് ഇൻറ്റു എത്ര ആറ്റംസ് ഉണ്ട്? 2 ഹൈഡ്രജനും ഉണ്ട്, 1 ഓക്സിജനും ഉണ്ട്, മൊത്തം 3 ഉണ്ട്, ഇൻറ്റു നമ്പർ ഓഫ് അവഗാഡ്രോ. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടിയല്ലോ. 2 ഇൻറ്റു എത്ര മോൾ ഉണ്ട് അതേ ഇൻറ്റു എത്ര ആറ്റംസ് നമുക്ക് ഇവിടെ ഉണ്ടെന്ന് നോക്കുക. 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉണ്ട്, അതായത് 3 എണ്ണം ഉണ്ട്. അപ്പൊ 2 ഇൻറ്റു 3 ഇൻറ്റു നമ്പർ ഓഫ് അവഗാഡ്രോ 6.022 ഇൻറ്റു 10⁻23. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വോളിയം അറ്റ് STP. നമ്മൾ STPയിലെ വോളിയം എന്ന് പറയുമ്പോൾ എന്താണ് ഓർക്കാൻ പറഞ്ഞത്? 22.4 ആണ് ഓർക്കാൻ പറഞ്ഞത് അല്ലേ? അപ്പൊ എന്താണ് വോളിയം അറ്റ് STP എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 22.4 ലിറ്റർ അല്ലേ? അപ്പൊ 2 ഇൻറ്റു 22.4 ലിറ്റർ. ലിറ്റർ എഴുതാൻ, വോളിയം ആണ് ലിറ്റർ, അത് നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക, ലിറ്റർ എന്ന് എഴുതുക. പിന്നെ അടുത്തതാണ് മാസ് ഇൻ ഗ്രാം. നമുക്കിവിടെ മോൾ ആണ് തന്നേക്കുന്നത്. നേരത്തെ നമുക്ക് ഗ്രാമിലാണ് മാസ് തന്നത്, ഇവിടെ മാസ് ഇൻ ഗ്രാം കണ്ടുപിടിക്കാൻ പറയാണ്. അപ്പൊ എത്രയാണെന്ന് നോക്കാം. 2 ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എന്താണ് എത്രയാണ്? H2O ആണ്. അപ്പൊ H2ന്റെ മാസ് നമുക്ക് നോക്കാം. H2O. അപ്പൊ 2 ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജന്റെ മാസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 ഇൻറ്റു 2 പ്ലസ്
ഓക്സിജന്റെ എത്രയാണ് 16. ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 18 ഗ്രാം എന്ന് കിട്ടി. അപ്പോ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എത്ര ഗ്രാം H2 ഉണ്ടെന്ന് നോക്കുക. എത്രയാണ്? 18 ഗ്രാം. അപ്പൊ എത്ര കിട്ടി? 32 ഗ്രാം എന്ന് നമുക്ക് ആൻസർ കിട്ടി അല്ലേ? സോറി, 32 അല്ല, 36 ഗ്രാം എന്ന് നമുക്ക് ആൻസർ കിട്ടി. എത്രയാണ്? 2 × 18 36 ഗ്രാം എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് മോൾ തന്നിട്ട് നമ്മുടെ അടുത്ത് എത്ര മോൾ H2 ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ബാക്കി ഇത്രയും ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ എത്ര മോൾ ഉണ്ടെന്ന് നോക്കുക, അത് വെച്ചിട്ട് എത്ര GMM ആണ് അല്ലെങ്കിൽ GAM എന്നാണെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് തരുന്ന ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യുക. ഇത് വളരെ സിമ്പിൾ ആണ്. ഈ ഇത്രയും പോർഷൻ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ്.